സിസ്റ്ററെ, നമ്മൾ ഒരു 4 ആള് കൂടുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ പൊങ്ങച്ചം പറയാ, എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നത് ആ ഒരു പ്രകൃതം, അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസോർഡർ ആണോ? ഓക്കെ. ഇപ്പോൾ സാധാരണയായിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയൊക്കെയുള്ള ചില അവസരങ്ങൾ ഉണ്ടാകും. അതെ, തീർച്ചയായും. ഓക്കെ, എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് ഒരാളാകാൻ വേണ്ടിയിട്ട് പറയുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്നു. അവരുടെ ഫാമിലിയിലും സംഭവിക്കുന്നു, സമൂഹത്തിലും സംഭവിക്കുന്നു, തൊഴിലിടങ്ങളിലും എല്ലാം സംഭവിക്കുന്നു. അപ്പോൾ ഇതിന് പറ്റുന്ന രീതിയിലുള്ള, ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മൾ പറയുന്ന ഈ സോ കോൾഡ് ഒരു പൊങ്ങച്ച പ്രകൃതം, അതായത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, അല്ലെങ്കിൽ ഐ ആം ദ ഹെഡ് ഓഫ് ദി ഫാമിലി, നീയൊക്കെ മിണ്ടാതിരുന്നാൽ മതി എന്നുള്ള രീതിയിൽ ഉള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള അവരെ നമ്മളൊരു പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് അതിനെ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ഡയറി തന്നെ എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങാൻ തോന്നുന്നു. കാരണം ഇത് പറഞ്ഞു വരുമ്പോൾ പലപ്പോഴും മിക്കവർക്കും തോന്നും, ഇത് എനിക്കല്ലാതെ ബാക്കി എല്ലാവർക്കും ഉണ്ട്, മറ്റേ അയാൾ അങ്ങനെ പറഞ്ഞത് ഇതുകൊണ്ടായിരിക്കും എന്നൊക്കെ തോന്നും. എങ്കിലും ഇതിൻ്റെ ഒരു കോർ ഫീച്ചർ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേസ് ഉപയോഗിക്കുന്നത്. ഒരു സ്ത്രീയും അവരുടെ അമ്മയും കൂടി വന്നിരിക്കുവാണ്. അപ്പോൾ അവർ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് ഒരു സെക്കൻഡ് അഡ്വൈസ്, ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം ആകാൻ പോകുന്നു. അപ്പം കുട്ടിയുടെ അമ്മ വന്നിട്ട് പറയുന്നു. അപ്പോൾ കുട്ടി വളരെ മ്ലാനമായിട്ട്, വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു, സങ്കടത്തോടെ ഇരിക്കുവാണ്. അപ്പം മോളുടെ പേരിലാണ് ഫയൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളിങ്ങനെ വന്നിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കും എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തോ സാഡാണ് കക്ഷി. അപ്പം അമ്മ പറഞ്ഞു, സിസ്റ്ററെ ഏകദേശം 1 വർഷമാകാൻ പോകുന്നു കല്യാണം കഴിഞ്ഞിട്ട്, ഇവൾക്കിനി അയാളുടെ കൂടെ ജീവിക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പം പക്ഷെ ഞങ്ങളൊക്കെ പുറമേ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ജീവിക്കണ്ട എന്ന് പറയാനായിട്ടുള്ളൊരു കാരണം ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അവൻ ജോലിക്ക് പോകുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇവളുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര സ്നേഹമായിട്ടാണ് പറയുന്നത്, ഞങ്ങളോടെല്ലാം സ്നേഹമായിട്ടാണ് അവൻ ഇടപെടുന്നത്. പക്ഷേ ഇവള് പറയുന്നു, ഞങ്ങളുടെ അടുക്കയിൽ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ അടുക്കൽ പെരുമാറുന്ന ഒരാളല്ല ഇവളുടെ അടുക്കൽ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഒത്തുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. ഓക്കെ, അത്രയും കേട്ടതിന് ശേഷം പിന്നെ നമുക്കറിയാം ആ കുട്ടിയുമായിട്ട് നമുക്ക് പേഴ്സണലായിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കോർ ഫീച്ചർ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അങ്ങനെ അമ്മയെ വെളിയിലേക്ക് വിട്ടു, മോളെ ഇരുത്തി സംസാരിക്കുമ്പോഴത്തേക്ക് പറഞ്ഞൊരു കാര്യം, സിസ്റ്റർ പുറമേ നിന്ന് വേറൊരാൾ കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവും ഇല്ല, നല്ല സ്നേഹമുണ്ട്, കെയർ ഉണ്ട്, എൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാം ഉണ്ട്. പക്ഷേ കൂടെ ജീവിക്കുമ്പോൾ കുത്തി നോവിക്കും. അതാണ് പുള്ളിയുടെ ഒരു പ്രകൃതം. കൂടെ ജീവിക്കുമ്പോഴത്തേക്കും ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടും. എൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം കിട്ടിയത് പോരാ, അല്ലെങ്കിൽ നിൻ്റെ വീട്ടുകാരെല്ലാം അങ്ങനെ മോശമാണ്, ഇതെല്ലാം പറയുകയും ചെയ്യും. പക്ഷെ എൻ്റെ വീട്ടുകാരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സ്നേഹം. ഏതുകൊണ്ട് ഞാൻ അവരെ കുറിച്ച് കുറ്റം പറഞ്ഞതുപോലെയുള്ള ഒരു പ്രതീതിയാണ്. പിന്നെ ഒരു കാര്യവും ഞാൻ പറയുന്നത് അംഗീകരിക്കത്തില്ല. പുള്ളിയുടെ തന്നിഷ്ടം മാത്രമേ നടത്തത്തുള്ളൂ. സ്വന്തം കാര്യത്തിന് എത്ര പൈസ വേണമെങ്കിലും ചെലവഴിക്കും. അത് നമ്മൾ ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. കൂട്ടുകാർ ഒത്തുപോകാനും വലിയ ആളായി കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പൈസ ചെലവഴിക്കും. നല്ല ലോണും കാര്യങ്ങളും കടവും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ആരോടും പറയരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം അത് സാധിച്ചു തരാമെന്ന് പറയും. പക്ഷേ ആ ജന്മത്ത് നടക്കുകയില്ല ആ കാര്യങ്ങൾ. പറഞ്ഞു വരുമ്പോൾ വലിയ കാര്യങ്ങൾ പറയും, പക്ഷേ ഇതൊന്നും നടക്കുകയില്ല. പിന്നെ എൻ്റെതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യത്തിന് വിട്ടുതരില്ല. എല്ലാം പുള്ളിയുടെ കാര്യത്തിലൂടെ പുള്ളി പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കാരൻ പറയുന്നതും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ പോസിറ്റീവായിട്ടുള്ളൂ. അപ്പം ഇതെല്ലാം വീട്ടുകാർക്കും അറിയാം, പക്ഷെ വീട്ടുകാരും മിണ്ടത്തില്ല. ഇപ്പൊ പുള്ളിക്കാരൻ രാവിലെ 10 മണിക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഇന്ന് ഇതിപ്പോ രാത്രി 10 മണിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ പറഞ്ഞോളണം. എന്തെങ്കിലും മറുചോദ്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മുമ്പിൽ വെച്ചൊന്നും പറയത്തില്ല. ചിലപ്പോൾ വളരെ കൊച്ചാക്കുന്ന രീതി, നിനക്ക് ബോധമില്ല, നിനക്ക് പഠിപ്പില്ല, അങ്ങനെ നമ്മളെ ശരിക്കും ക്രൂഷ്യലായിട്ട് കുത്തിമുറിവേൽപ്പിക്കുന്ന പോലെ ചെയ്യും. എന്നിട്ട് പിന്നെ റൂമിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഭയങ്കര ദേഷ്യമായി. അപ്പം അതുപോലെ തന്നെ എപ്പോൾ നോക്കിയാലും പുള്ളിക്കാരൻ്റെ കാര്യം പറയാൻ മാത്രമേ ഇതുള്ളൂ. നമ്മളൊരു അസുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തലവേദനയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ശരീരം മുഴുവൻ വേദനയായിരിക്കും. നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ പോകണ എന്നാത്തിനാ, ഇതിൻ്റെ മരുന്ന് എനിക്കറിയാം. അപ്പോൾ
ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭയങ്കരമായൊരു ബുദ്ധിമുട്ടാണ്. ശരിക്കും സഫോക്കേറ്റഡ് ആയിട്ടുള്ളൊരു തലമായിട്ടാണ് ഈ കുട്ടി പറയുന്നത്. ശരിക്കും നമ്മൾ ഈ ഒരു കേസ് എടുത്ത് അതിനെ ഒന്ന് പഠിച്ച് പിന്നീട് രണ്ടാമത്തെ സെഷനൊക്കെ ഇവരെ വരുത്തിക്കേണ്ടി വന്നു, കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു പ്രകൃതക്കാരുടെ, നാർസിസ്റ്റിക് പ്രകൃതക്കാരുടെ ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അവർ പുറമേ കാണിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു സംഭവമായിരിക്കും. അതായത് കൂടെ നിൽക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടേറിയ, അതായത് അവരിങ്ങനെ ശ്വാസം മുട്ടി അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. അവർ പറയുന്നത് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ.